പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം നൽകിയത് അവസാനം നവംബർ 18 മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയല്ല. അതിലൊരു മാറ്റം വന്നു. നവംബർ 18 മുമ്പ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സർക്കാർ കേരളത്തോടെടുക്കുന്ന പകവീട്ടൽ സമീപനത്തെ, അവഗണനയെ, സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാടിനെ എതിർത്ത് പറഞ്ഞിരുന്നില്ല, അത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ കേരളത്തോട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന തെറ്റായ നിലപാട് തുറന്ന് സമ്മതിച്ചു. അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തെറ്റായ നിലപാട് അംഗീകരിച്ചു. നവംബർ 18 മുമ്പ് പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനമല്ല ഇന്നലെ ഡിസംബർ 14 പ്രതിപക്ഷ നേതാവ് എടുത്തത്. നവകേരള സദസ്സിലൂടെ ഈ ഗവൺമെന്റ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ശരിയായ നിലപാടുകൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയതിന്റെ പ്രതിഫലനമാണ് പ്രതിപക്ഷ ഉപനേതാവിന്റെ നിലപാടിൽ കണ്ടതെങ്കിൽ പ്രതിപക്ഷ നേതാവ് അവസാനം അവിടേക്ക് എത്തുന്ന സ്ഥിതി വന്നു. പക്ഷേ യോജിച്ച സമരം എന്ന് ഞങ്ങൾ വെച്ച നിർദ്ദേശത്തോട് പ്രതിപക്ഷ ഉപനേതാവ് തയ്യാറാണെന്നുള്ള നിലപാടെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ നിലപാടെടുക്കാൻ തയ്യാറായി. എന്തുകൊണ്ടൊരു യോജിച്ച സമരം ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൂടാ? UDF-ന്റെ MP-മാർ ഈ വിഷയത്തിൽ പാർലമെന്റിൽ എടുക്കുന്ന തെറ്റായ നിലപാട് തിരുത്തണ്ടേ? ഇവിടെ ശ്രീ ആരിഫ് MP ഉണ്ടല്ലോ, ഈ അവഗണനക്കെതിരെ ലോക്സഭയിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന MP ആണ്. ആലപ്പുഴയുടെ പ്രിയപ്പെട്ട MP ശ്രീ ആരിഫ്. കോട്ടയം MP ശ്രീ ചാഴിക്കാടനും ഇതേ നിലപാട് സ്വീകരിക്കും. എന്നാൽ ഇത്തരം നിലപാട് സ്വീകരിക്കാൻ UDF MP-മാർ തയ്യാറാകുന്നില്ല. യോജിച്ച സമരത്തിന് പ്രതിപക്ഷ നേതാവ് തന്നെ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ബാധിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ആകെയല്ലേ? കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന എണ്ണി എണ്ണി പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ എല്ലാ രേഖകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബാധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെ മാത്രമാണോ? ഇത് ബാധിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ മാത്രമാണോ? ഇത് ബാധിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന കേരളത്തിലെ 100% വരുന്ന ജനങ്ങളെയാണ്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ, മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവർ, BJP-യിൽ പ്രവർത്തിക്കുന്നവർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കാത്തവരുമായ കേരളത്തിലെ 100% വരുന്ന ജനങ്ങളുടെയും ജീവിതത്തെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്. അതിനെതിരെ എല്ലാവരും ഒന്നിക്കണ്ടേ? അതിനെതിരെ എല്ലാവരും ഒന്നിക്കുക എന്നുള്ളത് ഈ നാട് ആഗ്രഹിക്കുന്ന ഒരാവശ്യമാണ്. അതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് മുഖം തിരിഞ്ഞ സമീപനം സ്വീകരിക്കുന്നത്. ബഹിഷ്കരണ ആഹ്വാനം നടത്തിയ നവകേരള സദസ്സിനോട് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കാണുന്ന കായംകുളത്ത് തടിച്ചുകൂടിയ 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തടിച്ചുകൂടിയ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഒരു 2 ഇരട്ടി ആളുകൾ പുറത്തുമുണ്ട് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. അത്രക്കധികം ആളുകൾ. ഇനി നമ്മൾ ഒന്നിക്കേണ്ട വിഷയങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടണ്ടേ? LDF സർക്കാർ 2.5 വർഷക്കാലം കായംകുളം നിയോജക മണ്ഡലം ഉൾപ്പെടെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാനല്ലേ ഞങ്ങൾ വന്നത്? കായംകുളത്തിന് ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുണ്ടെന്ന് നമുക്കറിയാം. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ജീവിത അനുഭവങ്ങളുള്ള ഇടമാണ് ഈ ഇടം എന്നുള്ളത് നമുക്കറിയാം. കായംകുളത്തിന്റെ ചരിത്രം പറയുന്ന കൃഷ്ണപുരം കൊട്ടാരം ഇതിന് തൊട്ടടുത്താണ്. കേരളീയ വാസ്തുവിദ്യയുടെ മികച്ച മാതൃകയായി കൃഷ്ണപുരം കൊട്ടാരത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ കായംകുളം എന്ന പ്രദേശം അവിടെ ഉയർന്നു നിൽക്കുകയാണ്. കലക്ക് രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് തെളിയിച്ച KPSC, ആ KPSC നാടക സംഘത്തിന്റെ ആസ്ഥാനമായി പ്രവർത്തിച്ച പ്രദേശം ഈ നിയോജക മണ്ഡലത്തിലാണ്.
KPSC കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെല്ലാം വഹിച്ച നിർണായക പങ്ക് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള മണ്ണാണിത്. ആ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഈ മണ്ണിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 7.5 വർഷക്കാലം LDF സർക്കാരിന്റെ ഭരണകാലത്ത് നടപ്പിലായിട്ടുള്ളത്. ഇവിടുത്തെ MLA നല്ല നിലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. നൽകാൻ തയ്യാറാകാതെ കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചു വരികയാണ്. കേരളത്തിന്റെ ധർമാശുപത്രികൾ, കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ ഇടതുപക്ഷ ബദൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾ കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്ത് പോയി നോക്കൂ. പണമുള്ളവരുടെ കുട്ടികൾക്ക് മാത്രം വിദ്യാഭ്യാസം. സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരില്ല, സജ്ജീകരണങ്ങളില്ല, സൗകര്യങ്ങളില്ല. കുട്ടികളെ സർക്കാർ സ്കൂളിൽ പറഞ്ഞയക്കാൻ സാധിക്കാത്ത സ്ഥിതി വരുന്നു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2016 കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ സ്കൂളുകളെ ഹൈടെക് ക്ലാസ് മുറികളാക്കി മാറ്റി. കുട്ടികളെ രക്ഷിതാക്കൾ സർക്കാർ സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ചു. 10.5 ലക്ഷം കുട്ടികളാണ് സർക്കാർ സ്കൂളിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വർദ്ധിച്ചത്. ഇത് ഇടതുപക്ഷ ബദലിന്റെ പ്രത്യേകതയാണ്. ചികിത്സ, ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷ ബദൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രികൾ, ധർമാശുപത്രികൾ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി UDF ഭരിക്കുന്ന കേരളകാലത്തിൽ നിന്നും വ്യത്യസ്തമായി 2016 മുതൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാറി. ആശുപത്രിയിൽ മരുന്നുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്, ഡോക്ടറുണ്ട്, എല്ലാമുണ്ട്. നേരത്തെ എന്തായിരുന്നു സ്ഥിതി? 2011 മുതൽ 2016 വരെ കേരളത്തിൽ UDF ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ സർക്കാർ ആശുപത്രികളോട്, പൊതുജനാരോഗ്യ സമ്പ്രദായത്തോട് സ്വീകരിച്ചിരുന്ന അതേ നിലപാടാണ് സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ അത് മാറി. ഇടതുപക്ഷ സർക്കാർ അതിൽ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോയി. ക്രമസമാധാന പരിപാലനത്തിലും നമ്മളിത് കാണാൻ വേണ്ടി പറ്റും. എല്ലാ മേഖലകളിലും ഇത് കാണാം. ഇത് സാമ്പത്തിക നയത്തിന് ബദൽ മാത്രമായിട്ടല്ല, മതനിരപേക്ഷതയുടെ കാര്യത്തിലും. സിലബസുകളിൽ മതസാഹോദര്യത്തിന്റെ വിഷയങ്ങൾ എടുത്തു മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. NCERT പാഠപുസ്തകങ്ങളിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ വാദം എടുത്തു മാറ്റാൻ തീരുമാനമെടുത്തു. മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പഠിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം കൈക്കൊണ്ടു. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടു. എന്തുകൊണ്ട് ഗാന്ധി വധം പഠിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന RSS എന്ന് പറയുന്ന സംഘടന നാഥുറാം ഗോഡ്സെ എന്ന പേര് കുട്ടികൾ അറിയേണ്ടതില്ല എന്ന നിലപാട് എടുക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, തികഞ്ഞ മതനിരപേക്ഷവാദിയാണ്. ദ്വിരാഷ്ട്രവാദത്തെ എതിർത്തിരുന്നു. ജിന്നയുടെ പാകിസ്ഥാൻ വാദത്തെയും ഹിന്ദു രാഷ്ട്രവാദത്തെയും ശക്തിയുക്തം എതിർത്ത രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു മൗലാന. കുതബ് മിനാറിന്റെ മുകളിൽ നിന്നും മാലാക വന്ന് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം തകർന്ന് ഒരു സ്വാതന്ത്ര്യം നിനക്ക് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടതില്ല, മതസാഹോദര്യം തകരുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ല എന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ആ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പഠിക്കേണ്ടതില്ല, പഠിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം ഇതിന്റെ ഭാഗമായി പൊതുവെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കും. എന്നാൽ ഒരു സംസ്ഥാനം ഇന്ത്യയിലെ ഏതൊരു BJP ഇതര സർക്കാരുകൾക്കും മാതൃകയാകാവുന്ന നിലയിൽ ഒരു പ്രഖ്യാപനം നടത്തി. ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ആ ഗവൺമെന്റിന്റെ നിലപാട് പരസ്യമായി പ്രകടിപ്പിച്ചു. ഒരു വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു, എന്റെ സംസ്ഥാനത്ത് ഗാന്ധിവധം പഠിപ്പിക്കും, എന്റെ സംസ്ഥാനത്ത് മൗലാന അബ്ദുൽ കലാമിനെ പഠിപ്പിക്കും, എന്റെ സംസ്ഥാനത്ത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കും. ആ പ്രഖ്യാപനം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ശിവൻകുട്ടിയാണെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കും. അത് ഇടതുപക്ഷ ബദലാണ്. ഇടതുപക്ഷ ബദൽ രാഷ്ട്രീയമായി വലിയ നിലയിൽ BJPയെ പ്രയാസപ്പെടുത്തുന്നു. എന്നാൽ അതിനെ പകപോക്കൽ സമീപനത്തിന്റെ ഭാഗമായി ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ആ തീരുമാനത്തെ എതിർക്കാൻ ഉത്തരവാദിത്തമുള്ള പേരിന് മതനിരപേക്ഷത പറയുന്ന കോൺഗ്രസ് അതിന് തയ്യാറാകാതെ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാം. കേരളത്തിലെ ധനകാര്യമന്ത്രി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിന് മറുപടി പറയാൻ തയ്യാറാകാതെ ധനകാര്യമന്ത്രി ആക്ഷേപിക്കാനാണ്
കേന്ദ്ര സഹമന്ത്രി ശ്രീ വി മുരളീധരൻ തയ്യാറായത്. എന്തൊക്കെ കള്ള പ്രചരണം നടത്തിയത്. കടബാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട സംസ്ഥാനങ്ങളുടെ കടബാധ്യതയുടെ റിപ്പോർട്ട് പൊതുവെ പരിശോധിച്ചാൽ കാണാം. അതിൽ 1-ാം സ്ഥാനം അദ്ദേഹത്തിന്റെ നേതാവ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശാണ്. 6.29 ലക്ഷം കോടി. തമിഴ്നാട് 5.88 ലക്ഷം കോടി. മഹാരാഷ്ട്ര 5.26 ലക്ഷം കോടി. ബംഗാൾ 5.1 ലക്ഷം കോടി. രാജസ്ഥാൻ 4.33 ലക്ഷം കോടി. കർണാടക 3.96 ലക്ഷം കോടി. ഗുജറാത്ത് 3.56 ലക്ഷം കോടി. ആന്ധ്ര 3.36 ലക്ഷം കോടി. ഇതിലെവിടെ കേരളം? ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി, ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കരുത്.